സദൃശ്യവാക്യങ്ങൾ അധ്യായം 10. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ജ്ഞാനമുള്ള മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. തിന്മയാലുണ്ടാക്കിയ നിക്ഷേപങ്ങൾ പ്രയോജനപ്പെടുകയില്ല, എന്നാൽ നീതിയോ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. നീതിമാൻ പട്ടിണി കിടക്കുവാൻ ദൈവം ഇടയാക്കുകയില്ല, എന്നാൽ ദുഷ്ടന്റെ വസ്തുക്കളോ അവൻ ദൂരെ എറിഞ്ഞു കളയും. അലസമായ കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിരിക്കും, എന്നാലോ ഉത്സാഹിയുടെ കരമോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്ന മകൻ ജ്ഞാനിയാകുന്നു, എന്നാൽ കൊയ്ത്തുകാലത്ത് കിടന്നുറങ്ങുന്നവൻ മാനക്കേട് വരുത്തുന്നു. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹം, എന്നാൽ അധർമ്മം ദുഷ്ടന്മാരുടെ വായെ മൂടിക്കളയുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹത്തിനായിരിക്കും, എന്നാൽ ദുഷ്ടന്റെ നാമമോ കെട്ടുപോകും. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ കൽപ്പനകൾ സ്വീകരിക്കുന്നു, എന്നാൽ വായാടിയായ മോശനോ പിടിക്കപ്പെടും. നേരോടെ നടക്കുന്നവൻ പ്രത്യാശയോടെ നടക്കുന്നു, നടപ്പിൽ വക്വതയുള്ളവൻ വെളിപ്പെടും. കണ്ണുകൊണ്ടാഞ്ഞം കാണിക്കുന്നവൻ ദുഃഖം വരുത്തും, പരസ്യമായി ശാസിക്കുന്നവൻ സമാധാനദായകൻ. നീതിമാനായ മനുഷ്യന്റെ വായി ജീവൻ നിറഞ്ഞ കിണറത്രേ, എന്നാൽ അധർമ്മം ദുഷ്ടന്റെ വായെ പൊത്തിക്കളയുന്നു. വെറുപ്പ് വഴക്കുകൾ കുത്തിപ്പോക്കുന്നു, സ്നേഹമോ സർവപാപങ്ങളെയും മൂടിക്കളയുന്നു. വിവേകമുള്ള മനുഷ്യന്റെ അധരങ്ങളിൽ വിജ്ഞാനം കണ്ടെത്തപ്പെടും, അവൻ വിവേകശൂന്യനെ വിവേകത്താൽ അടിക്കുന്നു. ജ്ഞാനികൾ അറിവ് ശേഖരിച്ചു സൂക്ഷിക്കുന്നു, ഭോഷന്റെ വായോ നാശത്തിന്റെ അടുത്തിരിക്കുന്നു. ധനികന്റെ ധനം അവന്റെ ഉറപ്പുള്ള പട്ടണം, ദരിദ്രരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം. നീതിമാന്റെ പ്രയത്നം ജീവദായകം, ദുഷ്ടന്റെ ഫലം പാപവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവന്റെ വഴിയിലാകുന്നു, എന്നാൽ ശാസന നിരസിക്കുന്നവൻ തെറ്റു ചെയ്യുന്നു. വ്യാജം നിറഞ്ഞ ആദരങ്ങൾ കൊണ്ട് പകയെ മൂടിവയ്ക്കുന്നതും ശാപവാക്ക് പറയുന്നതും ഭോഷനാകുന്നു. വാക്കുകളുടെ ആധിക്യത്താൽ അധർമ്മി രക്ഷിതനാവുകയില്ല, നാവിനെ നിയന്ത്രിക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് മേൽത്തരമായ വെള്ളിയാകുന്നു, ദുഷ്ടന്റെ ഹൃദയം വിഷമത്രേ. നീതിമാന്റെ ആധാരങ്ങൾ കരുണയുള്ളതാകുന്നു, ഭോഷന്മാരോ വിജ്ഞാനമില്ലാത്തതിനാൽ മരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്തുണ്ടാക്കി തരുന്നു, അവൻ അതിനോടും ദുഃഖം കൂട്ടിച്ചേർക്കുകയില്ല. ദോഷം ചെയ്യുന്നത് ഭോഷന് വെറും കളിയാണ്, എന്നാൽ വിവേകമുള്ളവനോ വിജ്ഞാനമുണ്ട്. ദുഷ്ടന്റെ ഭയം അവൻ്റെ മേൽ തന്നെ വരും, നീതിമാന്റെ ആഗ്രഹമോ അതവന് അനുവദിച്ചു കിട്ടും. ചുഴലിക്കാറ്റ് പെട്ടെന്നടിക്കുന്നത് പോലെ ദുഷ്ടൻ ഇല്ലാതാകും, നീതിമാന് ശാശ്വതമായ അസ്ഥിവാരമുണ്ട്. ചൊറുക്ക പുല്ലിനും പുക കണ്ണിനും എന്ന പോലെ തന്നെയാണ് മടിയൻ തന്നെ അയക്കുന്നവർക്ക്. ദൈവഭക്തി ദീർഘായുസ് നൽകും, ദുഷ്ടന്റെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്റെ പ്രത്യാശ സന്തോഷമായിരിക്കും, എന്നാൽ ദുഷ്ടന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരും.
ഹൃദയനേരുള്ളവർക്ക് ദൈവത്തിൻ്റെ വഴികൾ ശക്തി നൽകുന്നു. അന്യായം ചെയ്യുന്നവർക്കോ നാശമാണുണ്ടാകുന്നത്. നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോയില്ല, ദുഷ്ടനോ ഭൂമിയെ അവകാശമാക്കുകയില്ല തന്നെ. നീതിമാന്റെ വായ് വിജ്ഞാനം മുളപ്പിക്കുന്നു, എന്നാൽ ധിക്കാരിയുടെ നാവ് ഛേദിക്കപ്പെടും. പ്രസാദകരമായത് എന്ത് എന്ന് നീതിമാന്റെ അധരങ്ങൾക്കറിയാം, ദുഷ്ടന്റെ വായോ ധിക്കാരം സംസാരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.